गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്ത് നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ഓഗസ്റ്റ് 10, 2024. ശാരീരികവും മാനസികവുമായ സങ്കീർണതകളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുകയും പ്രേമത്തിൽ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ ഒരു പ്രാർത്ഥന ഏതാണ്? നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചയമുള്ള ആ പ്രാർത്ഥനയെക്കുറിച്ച് ഭഗവാൻ പ്രേമപൂർവം വിശദീകരിക്കുന്നു. പ്രേമസ്വരൂപരെ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയും ആർജിക്കേണ്ടതിനെ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ആനന്ദം നിങ്ങളുടെ ഉറച്ച പ്രകൃതമായി മാറും. ഈ ലോകം അമൂല്യമായതാണെന്ന ധാരണ ഉപേക്ഷിക്കുകയും ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ഉറവിടസ്ഥാനമായ ബ്രഹ്മനെ പ്രാപിക്കുകയും ചെയ്യുക. പാഠങ്ങൾ തുടങ്ങും മുമ്പ് നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചൊല്ലാറുള്ള ഉപനിഷത്ത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അസതോമ സദ്ഗമയ, അതായത് അസത്യത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്ക് നയിച്ചാലും, തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചാലും, മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്നും എന്നെ അമരത്വത്തിലേക്ക് നയിച്ചാലും. നിരന്തരം നിർമ്മിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും കൂടിച്ചേരുകയും അകലുകയും ചെയ്യുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഒരു മാറ്റത്തിനും വിധേയമാകാത്ത ഈശ്വരനിലേക്ക് നയിക്കണേ എന്നാണ് ഈ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. അന്ധകാരം അജ്ഞതയുടെ പ്രതീകമാണ്. ഇത് ശരീരത്തിനോടും ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും താദാത്മ്യം പ്രാപിക്കാനുള്ള യുക്തിയാകുന്ന അജ്ഞതയെയാണ് അന്ധകാരം സൂചിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ അന്തരാത്മാവിനെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്ന മിഥ്യയാകുന്ന മൂടൽമഞ്ഞിനെ നീക്കം ചെയ്യുന്നതാണ് പ്രകാശം. മരണം ശരീരത്തെയും മനസ്സിനെയും മാത്രമാണ് ബാധിക്കുക. പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ നാം എല്ലാത്തിൻ്റെയും ആധാരമായ ആത്മാവാണെന്ന ബോധമുണ്ടാവുകയും അങ്ങനെ നാം അനശ്വരന്മാരായി തീരുകയും ചെയ്യുന്നു. അഹങ്കാരത്താൽ ഉണ്ടാകുന്ന അജ്ഞതയുടെ അന്ധകാരം ദൈവിക ജ്ഞാനമാകുന്ന പ്രകാശത്താൽ ദൂരീകരിക്കപ്പെടുമ്പോൾ ദിവ്യതയുടെ തേജസ് അനുഭവവേദ്യമാകുന്നു. 1983 ജനുവരി 8 ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ സായിരാം.